എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലെ ഹനുമാൻഗർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. അവിടുത്തെ ഒരു പരുത്തി ഫാക്ടറിയിലാണ് ഞാനുള്ളത്, കോട്ടൺ ഫാക്ടറിയിൽ. ഈ ഒരു ഫാക്ടറിയിൽ നിന്നാണ് നമ്മളെ പരുത്തി പ്രിപ്പയർ ചെയ്യുന്നത്. പരുത്തി ബേസിക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫാക്ടറിയാണിത്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് അതാണ് ഈ കാണുന്നതെല്ലാം. വളരെ യാദൃശ്ചികമായിട്ടാണ് നമ്മളിവിടെ എത്തിപ്പെട്ടത്. ഈ ഒരു ടൗണിലൂടെ ഞങ്ങളിങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ നമുക്ക് വളരെ യാദൃശ്ചികമായിട്ട് കണ്ടപ്പോൾ ഒന്ന് കയറി ഇവരുടെ അടുത്ത് ഒരു പെർമിഷൻ ചോദിച്ചിട്ട് കയറി നോക്കിയതാണ്. ശരിക്കും ഈ ഫാക്ടറി എന്ന് പറയുന്നത് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറി ഒന്നുമല്ല. പരുത്തി ജസ്റ്റ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ കൃഷി സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന ഈ പരുത്തിച്ചെടിയിൽ നിന്ന് കൊണ്ടുവന്ന സാധനം ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വലിയ ബണ്ടിലാക്കി വെക്കും. 100 കിലോൻ്റെ ഒരു ബണ്ടിലാക്കി വെക്കുന്നതാണ് ഈ ഫാക്ടറിയിൽ മെയിനായിട്ട് നടക്കുന്നത്. പരുത്തിച്ചെടി പാകമാകുമ്പോൾ പൂക്കളും ഫലങ്ങളും ആകുമ്പോൾ അകത്ത് വെള്ള നിറത്തിലുള്ള ഒരു മൃദുവായിട്ടുള്ളൊരു ഫൈബറാണ് രൂപപ്പെടുന്നത്. ഇതേ ഫൈബറിനെ തന്നെയാണ് നമ്മൾ കോട്ടൺ എന്നും പറയുന്നത്. പരുത്തിച്ചെടിയിൽ നിന്ന് കുരു കളഞ്ഞിട്ട് ഇതേപോലെ പ്രിപ്പയർ ചെയ്ത് വെക്കും. എന്നിട്ട് ഈ ഒരു പ്രിപ്പയർ ചെയ്ത പരുത്തി വേറെ ഫാക്ടറിയിൽ വന്നിട്ടാണ് ഇതിൻ്റെ അടുത്ത പ്രോസസ്സ് നടക്കുന്നത്. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ബാക്കി കാര്യങ്ങൾ നടക്കുന്നത് വേറെ ഫാക്ടറിയിൽ നിന്നാണ്. അത് പ്രധാനമായിട്ട് ഇവിടുന്ന് പോകുന്നത് മുംബൈയിലേക്കാണ്. അപ്പോൾ അവിടെ നിന്നാണ് അടുത്തതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത്. നമ്മളിവിടെ പോയ സമയത്ത് മഴ പെയ്തിരുന്നു. അപ്പോൾ മഴ പെയ്തിട്ട് ഇതെല്ലാം നനഞ്ഞു കിടക്കുകയായിരുന്നു. ഒരുപാട് സാധനങ്ങൾ പുറത്ത് നല്ല പോലെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അവർ വേസ്റ്റാണെന്നാണ് പറഞ്ഞത്. ഇതൊന്നും ഇനി ഉപയോഗിക്കില്ല, അതൊന്നും വേറെ പല കാര്യങ്ങൾക്കുമാണ് ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത്. ഈ കണ്ടില്ലേ, ഇതുപോലെ പ്രിപ്പയർ ചെയ്തിട്ട് ഇതേപോലെ ബണ്ടിലാക്കി പ്രിപ്പയർ ചെയ്തിട്ട് വേറെ ഫാക്ടറിയിലേക്ക് പോവുകയാണ്. അവിടെ നിന്നാണ് കോട്ടൻ്റെ ബാക്കി പ്രോസസ്സൊക്കെ നടക്കുന്നത്. ഇതുപോലെ 100 കണക്കിന് ബണ്ടിലുകൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കോട്ടൺ പ്രിപ്പയർ ചെയ്യുന്ന ഈ ഒരു ഫാക്ടറി കാണാൻ പറ്റിയതും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയതും നല്ല അടിപൊളി ഒരു അനുഭവം തന്നെയായിരുന്നു.